പുഴയിലെത്തിയപ്പോൾ മുഹമ്മദ് ഷാ തങ്ങൾ പുഴക്കിറങ്ങിയപ്പോൾ ഈ ശല്യപ്പെടുത്തുന്ന ആളും പുഴക്കന്നെ ഇറങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഷാ തങ്ങൾ പുഴയെന്നാണ് പൊന്തിയിട്ട് വെള്ളത്തിന്റെ മേലെ നടന്നാണ് പോയി. മറ്റോ ഒളിച്ചും പോയി, അവന്റെ ജീവൻ കഴിഞ്ഞു. സമസ്തയുടെ കയ്യിലുള്ള വിശ്വാസത്തെ പറ്റി അവരെ ധാരണ നല്ല ശുദ്ധവെള്ളം എന്നാണ്. ഒരിക്കലുമല്ല. തൊള്ളയിൽ തോന്നിയതും കണ്ണിൽ കണ്ടതും സ്വപ്നത്തിൽ കണ്ടതും ഒക്കെ കറാമത്താണ്. കറാമത്തിൻ്റെ ഒരു പെരുമഴ എവിടെ നോക്കിയാലും. അവസാനം ഇത് നിയന്ത്രിക്കേണ്ടി വന്നു സമസ്തക്ക്. ഇന്ന് സമസ്ത അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം ഈ കറാമത്ത് പറയുന്നവരെ നിയന്ത്രിക്കാനുള്ള പ്രയാസമാണ്. സക്കരിയ നബിക്ക് കുട്ടിയില്ല, പ്രയാസത്തിലാണ്. സക്കരിയ നബി ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അവിടെ ഖുർആനിൽ നമ്മൾ വായിക്കണില്ല, മറിയമേ എന്നാ എന്ത് ചെയ്യണം, അള്ളാഹുവിനോടൊന്ന് എനിക്ക് കുട്ടീനെ തരാൻ വേണ്ടി പറയണം. കറാമത്ത് നേരിട്ട് കണ്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എന്താ ചെയ്തത്? ഹുനാലിക ദഅ സക്കരിയ റബ്ബ, അള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ. ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിയാക്കന്മാർ സമസ്ത അതിൻ്റെ തുടക്കകാലത്ത് തന്നെ വ്യത്യസ്തങ്ങളായ അടിസ്ഥാനരഹിതമായ കഥകളും വ്യാജമായ കെട്ടുകഥകളുമെല്ലാം കറാമത്ത് കഥകളുമെല്ലാം പ്രചരിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവരുടെ ആശയപ്രചാരണത്തിന് അത്തരം കെട്ടുകഥകളും വ്യാജ കഥകളുമെല്ലാം ആവശ്യമാണ് എന്നതുകൊണ്ടാണ്. എന്നാൽ സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ പല ആളുകളും അതിൽ നിന്ന് പിൻവലിയുകയും ആളുകളിൽ നിന്നുള്ള പരിഹാസങ്ങളും ആളുകൾ അതിൽ നിന്ന് മാറി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പലരും ഒന്ന് ഒതുങ്ങിയെങ്കിലും ഇപ്പോഴും അതെല്ലാം തങ്ങളുടെ ആശയങ്ങൾക്ക് വഴിയൊരുക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറാതെ അത്തരം കഥകളുമായി സജീവമായി മുന്നോട്ട് പോകുന്ന മുസ്ലിയാക്കന്മാരുമുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കേട്ടതാണ് റഹ്മത്തുള്ള ഖാസിമിയുടെ ഒരു മുഹമ്മദ് ഷാ എന്ന് അവർ വലി എന്ന് പറയുന്ന ഒരു വ്യക്തി വെള്ളത്തിന് മുകളിലൂടെ കടന്നുപോയി എന്ന് പറയുന്ന ഒരു കഥ വലിയ കറാമത്തായിക്കൊണ്ട് അവതരിപ്പിച്ച് അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം നമ്മൾ കേൾക്കുകയുണ്ടായി. ആദ്യം ഖാസിമിയുടെ ആ ഒരു വാചകം കേട്ടുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ഒരിക്കൽ ഒരു ആൾ മുഹമ്മദ് ഷാ തങ്ങളെ ശല്യപ്പെടുത്തി. അപ്പൊ മുഹമ്മദ് ഷാ തങ്ങൾ നടന്ന് പുഴയിലെത്തി. ചാലിയത്ത് പാർക്കുന്ന കാലത്താണത്. ചാലിയത്ത് ആ ഭാഗത്ത് കുറച്ചു നേരം കാലപ്പാർത്തിട്ടുണ്ട്. അന്നാണ് ചാലിയാറിന്റെ തീരത്താണെന്നുള്ളത്. അന്ന് ശല്യപ്പെടുത്തിയ ഒരാൾ. അപ്പൊ മുഹമ്മദ് ഷാ തങ്ങൾ ഇറങ്ങി നടന്ന് പുഴയിലെത്തിയപ്പോൾ മുഹമ്മദ് ഷാ തങ്ങൾ പുഴക്കിറങ്ങിയപ്പോൾ ഈ ശല്യപ്പെടുത്തുന്ന ആളും പുഴക്കന്നെ ഇറങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഷാ തങ്ങൾ പുഴയെന്നാണ് പൊന്തിയിട്ട് വെള്ളത്തിന്റെ മേലെ നടന്നാണ് പോയി. മറ്റോ ഒളിച്ചും പോയി, അവന്റെ ജീവൻ കഴിഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഷാ തങ്ങൾ പുഴയെന്നാണ് പൊന്തിയിട്ട് വെള്ളത്തിന്റെ മേലെ നടന്നാണ് പോയി. മറ്റോ ഒളിച്ചും പോയി, അവന്റെ ജീവൻ കഴിഞ്ഞു. അവന്റെ കഥ കഴിഞ്ഞു. അവർക്ക് വെള്ളത്തിന്റെ മേലെയും താഴെ ഒക്കെ കണക്കാണ്. അവർക്ക് എന്ത് വെള്ളം, അവർക്ക് എന്ത് കടല്, എന്ത് കടൽ. ഇവരാരാ? ഇവരല്ലാന്റെ ആളുകളല്ലേ. അവർക്ക് നടക്കാത്ത കാര്യം എന്താ? വളരെ ചിന്തിക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ചിന്തിക്കണം, ഇവരെ അവലംബിക്കണം, ഇവരെ പിന്നാലെ കൂടാ. അതിലിപ്പോൾ മൂപ്പര് പറഞ്ഞു വെക്കുന്നത് കഴിവുകളുടെ വിഷയത്തിൽ മഹാന്മാർക്ക് ഇതൊക്കെ എന്ത് എന്നുള്ളൊരു വാചകത്തിലാണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് നമ്മൾ വിശദീകരിക്കുമ്പോൾ അവലോകനം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഒന്ന്, മുഹമ്മദ് ഷാ സുന്നിയാണോ ഷിയാണോ എന്താണെങ്കിലും ഇരു സമസ്തക്കും അതിലുള്ള നിലപാട്. ഇനി എങ്ങനെയൊക്കെയാണെങ്കിലും ഖാസിമിക്ക് ഇതിലൊരു പ്രത്യേക താല്പര്യം എന്തെങ്കിലും ഉണ്ടോ? അതിനൊക്കെ അപ്പുറം ഇപ്പോൾ സമസ്തക്ക് കറാമത്തുകളുടെ വിഷയത്തിലുള്ള നിലപാടും ഇതിൽ ഈ പറഞ്ഞതൊക്കെ എന്ത് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് വരുന്ന കൊടുത്ത കഴിവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഒന്ന് വിശദീകരിക്കണം. ഇവിടെ നമ്മൾ ഇപ്പോൾ ശുദ്ധമായ വെള്ളം, മാലിന്യങ്ങളൊന്നും കലരാത്ത നല്ല വെള്ളം. അപ്പോൾ ആ വെള്ളം നമുക്ക് കുടിക്കാനും അതേപോലെ ശുദ്ധീകരണത്തിനും മറ്റു കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം, ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ആ വെള്ളത്തിലേക്ക് മാലിന്യങ്ങൾ, ചെളിയൊക്കെ കയറി വന്നാൽ സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു മാറ്റം, ഒരു പ്രത്യേക രൂപത്തിലുള്ള കുമിളകൾ ഇങ്ങനെ ഉണ്ടാവും. ആ കുമിളകൾ ആ വെള്ളത്തിൻ്റെ മാലിന്യത്തിൻ്റെ ശക്തിയാണ് അറിയിക്കുന്നത്. അത് സൂചിപ്പിക്കാനുള്ള കാരണം വെച്ചാൽ സമസ്തയുടെ കയ്യിലുള്ള വിശ്വാസത്തെ പറ്റി അവരെ ധാരണ നല്ല ശുദ്ധവെള്ളം എന്നാണ്. ഒരിക്കലുമല്ല. ഇപ്പം ഈ മുഹമ്മദ് ഷാ തങ്ങളാണല്ലോ അവിടെ വിഷയം. മുഹമ്മദ് ഷാ തങ്ങളടക്കമുള്ള പലരിലൂടെയും ഷിയാ സൂഫി വിശ്വാസങ്ങൾ, ആചാരങ്ങൾ സമസ്ത എന്ത് ചെയ്തു? സ്വീകരിച്ചു. അങ്ങനെ ആ സമസ്തയുടെ ധാരണയിലുള്ള ശുദ്ധവെള്ളം എന്നോ എന്തായിട്ടുണ്ട്? അശുദ്ധവെള്ളമായി മാറിയിട്ടുണ്ട്.
അപ്പോൾ അത് അശുദ്ധ വെള്ളമായി മാറിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളാണ് പല മുസ്ലിയാക്കന്മാരുടെ പ്രസംഗത്തിലും എഴുത്തിലും ഒക്കെ കുമിളകളായിട്ട് ഇങ്ങനെ പുറത്ത് വരുന്നത്. അത് കുമിള ഇങ്ങനെ വരും പൊട്ടിപ്പോവും, ഇങ്ങനെ വരും പൊട്ടിപ്പോകും. ശരിക്ക് വെള്ളത്തിൽ മാലിന്യമുണ്ട്, സമസ്തയുടെ വിശ്വാസത്തിൽ മാലിന്യം കലർന്നിട്ടുണ്ട് എന്നതിൻ്റെ അടയാളാണ് ഈ കറാമത്തുകളായിട്ട് പുറത്തു വരുന്ന ഈ കുമിളകളൊക്കെ. അതാണ് ഇതിങ്ങനെ പെരുകയാണ്. നമ്മൾ വിഷയം പെരുകുന്ന വ്യാജ കറാമത്തുകൾ എന്നാണല്ലോ, ഇതിങ്ങനെ പെരുകയാണ്. ഓരോ സമയത്തും ഓരോന്നിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഔലിയാക്കളെ സംബന്ധിച്ച് ഇസ്ലാമിന് വ്യക്തമായ ധാരണയുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണ് യഥാർത്ഥ ഔലിയാക്കൾ എന്ന് ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ ഒക്കെ ആ കാര്യം നമ്മളെ അറിയിച്ച വിഷയമാണ്. ഖുർആനിൽ വന്ന ആയത്തിനെയും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെയൊക്കെ മുന്നിൽ വെച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞൊരു കാര്യം, അൽ അസ്ലു ഫി ഹാദൽ ബാബ്, ഈ ഔലിയായിൻ്റെ വിഷയത്തിൽ അടിസ്ഥാനം എന്താണ്? അൻ യഅലമ റജുലു അന്ന ഔലിയാ അല്ലാഹ് ഹുമുല്ലദീന നഅതഹുമുല്ലാഹു ഫി കിതാബിഹി ഹൈസു ഖാല. അല്ലാഹു തആല അവൻ്റെ കിതാബിൽ അവരെക്കുറിച്ച് വിശേഷിപ്പിച്ചത് എന്ത് ചെയ്യണം? അറിയണം. ഒരാൾ അറിയണം. എന്താ വിശേഷിപ്പിച്ചത്? അള്ളാഹിൻ്റെ ഔലിയാക്കൾ, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, പേടിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. അല്ലദീന ആമനു വ കാനു യത്തഖൂൻ, അവർ വിശ്വാസമുള്ളവരാണ്, അതേപോലെ തഖ്വയുള്ളവരാണ്. ഫകുല്ലു മൻ കാന മുഅ്മിനൻ തഖിയ്യ കാന ലില്ലാഹി വലിയ, തഖ്വയുള്ള ഒരാൾക്ക് അള്ളാഹുവിൻ്റെ വലിയായിട്ട് മാറാൻ കഴിയുമെന്നാണ്. നമ്മൾ സമസ്തയുടെ വിശ്വാസപ്രകാരമുള്ള ഔലിയാക്കൾ എടുത്താൽ നിസ്കരിക്കാത്തവർ, നോമ്പെടുക്കാത്തവർ, അതേപോലെ തുണി പൊക്കി മൂത്രയിക്കുക, അങ്ങനത്തെ ഔലിയാക്കളാണ്. തുണി പൊക്കി മൂത്രയിക്കുക. അതേപോലെ ഭ്രാന്ത് പിടിച്ച ഔലിയാക്കൾ, ഊരും പേരും അറിയാത്ത ആളുകൾ, ഇങ്ങനെയാണ് ഒട്ടുമിക്കതും. ആ നിലക്കാണ് സമസ്തനെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ആയത്തിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൻ്റെയും പരിധിയിൽ സമസ്തയുടെ ഔലിയാക്കളില്ല. അതൊരു ഭ്രാന്ത് പിടിച്ച ലോകമാണ്. അവിടെ പലതും കാട്ടിക്കൂട്ടുന്ന ആളുകളുണ്ടാവും. അതിങ്ങനെ കണ്ടിട്ട് ആ ഭ്രാന്ത് പകരുമ്പോൾ പലതും വിളിച്ചു പറയുക എന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഖാസിമിയെ പോലത്തെ ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും മുഹമ്മദ് ഷാ എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടിയിൽ വന്ന് താമസം ഉറപ്പിച്ച ഷിയാ സൂഫി ആചാരങ്ങളിലൂടെ വളർന്ന് വന്ന ഒരാളാണ്. സമസ്തക്കാരനെ അംഗീകരിച്ച കാര്യമാണ് ഈ ഷിയാ സൂഫി സംസ്കാരങ്ങൾ, വിശ്വാസങ്ങൾ, ഉറൂസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ മുഹമ്മദ് ഷായാണ് കൊണ്ടുവന്നത്. അപ്പോൾ മുഹമ്മദ് ഷാ വന്ന് എന്ത് ചെയ്തു? ജനങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങി. ജനങ്ങളെ സ്വാധീനിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ആളുകളുണ്ടായി. പൊന്നാനിക്കാർ, കൊണ്ടോട്ടി കൈക്കാർ, പൊന്നാനി കൈക്കാർ, ഇങ്ങനെ രണ്ട് ടീമുകളുണ്ടായി. ഇതൊക്കെ ചരിത്രമാണ്. പൊന്നാനി കൈക്കാർ പറഞ്ഞു മുഹമ്മദ് ഷാ വലിയല്ല, അപ്പോൾ തിരിച്ചു പാടി മുഹമ്മദ് ഷാ വലിയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസ പറഞ്ഞുള്ള വാഗ്വാദങ്ങളൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും കൊണ്ടോട്ടി കേന്ദ്രമാക്കി ഒരുപാട് ഷിയാ ആചാരങ്ങൾ, അതേപോലെ തന്നെ വിശ്വാസങ്ങൾ, ഇതൊക്കെ മുഹമ്മദ് ഷാ സ്ഥാപിച്ചെടുത്തു. ജനഹൃദയങ്ങളിൽ ഇയാൾക്ക് വലിയ ഇരിപ്പിടം കിട്ടിയെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? സമസ്തയിലെ ചില ആളുകൾ ഇതൊന്ന് ഒതുക്കണം, ഇയാളെ മെല്ലെ ചവിട്ടി പുറത്താക്കണം എന്ന തീരുമാനമെടുത്തു. അങ്ങനെ മുഹമ്മദ് ഷാക്കെതിരെ സമസ്തയിലെ കുറഞ്ഞ ആളുകൾ രംഗത്ത് വന്ന് കൊണ്ടോട്ടി നേർച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സെലഫികളുടെ ആ കൃത്യമായ പ്രമാണ മുന്നേറ്റത്തിന് പിന്തുണയാകുന്ന രൂപത്തിൽ എന്ത് ചെയ്തു? ചില മുസ്ലിയാക്കന്മാരൊക്കെ വന്ന് അതിനനുകൂലിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ കുറച്ച് മുസ്ലിയാക്കന്മാർ അതിനെ പ്രത്യക്ഷമായിട്ട് എതിർക്കുകയാണ്. അത് മുഹമ്മദ് ഷായോടുള്ള വിരോധം കൊണ്ട് എതിർക്കുകയാണ്. പക്ഷെ ആശയം അവരെടുത്തുണ്ട്. മുഹമ്മദ് ഷാ പ്രചരിപ്പിച്ച നെഹസ് പോലെയുള്ള, അഹ്ലുൽ അബാഹ് പോലെയുള്ള, അതേപോലെ തന്നെ ഉറൂസ്, നേർച്ച, ആണ്ട്, പെട്ടിവരവ്, ഇങ്ങനെ മുട്ടും വിളി, ഇങ്ങനെ പല കരിമരുന്ന്, ഇങ്ങനെ പല കാര്യങ്ങളും സമസ്തയുടെ ഒട്ടുമിക്ക ജാറങ്ങളിലും ഇന്നും എന്താണ്? അത് വ്യാപകമാണ്. അപ്പോൾ വ്യക്തിയെ ആക്ഷേപിക്കുന്നു, ആശയത്തെ ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നു. ഇതാണ് ഒരു ടീമിൻ്റെ അവസ്ഥ. ഭൂരിപക്ഷം ഒരു 90% എന്ന് പറയുന്ന രൂപത്തിൽ EK വിഭാഗം സമസ്ത, അതേപോലെ കുരുവട്ടൂരികൾ, അതേപോലെ തീജാനി ത്വരീക്കത്തുകാർ, കാവി സൂഫികൾ, CH മുസ്തഫയെ പോലെയുള്ള ഷിയാക്കൾ, ഇപ്പോൾ ഷിയാക്കൾക്ക് വേണ്ടി പ്രത്യേക സഭ കെട്ടി പൊന്തിക്കുന്ന ആളുകളുണ്ട്, നാസർ മാലിക്കിനെ പോലെയൊക്കെയുള്ള ആളുകൾ. അവരൊക്കെ എന്താണ്? ഇതിനെ സുലഭമാക്കാൻ, സജീവമാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ്. ഏതായിരുന്നാലും ഇവിടെ
പിന്നെ കറാമത്തിൻ്റെ വിഷയത്തിലാണല്ലോ ഇപ്പോൾ ഇവിടെ ഖാസിമി ഒരു കാര്യം പറഞ്ഞത്. അതായത് മുഹമ്മദ് ഷാ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു പോയി, മൂപ്പര് ഉഷാറായിട്ട് പോയി എന്നാണ് പറയണത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പണ്ഡിത ലോകം വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളിൽ കാണാം, ഇദാ റഅയ്തുമുർ റജുല യംഷി അലൽ മാ, ഒരാളിങ്ങനെ വെള്ളത്തിലൂടെ നടന്നു പോകുന്നത് കണ്ടാൽ, വയതീറു ഫിൽ ഹവ, വായുവിലൂടെ പാറുന്നത് കണ്ടാൽ, ഫലാ തഅതറു ബിഹി, വഞ്ചിതരാകണ്ട, അത് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വഞ്ചിതരാകണ്ട. ഹത്താ തുഅരിളു അംറഹു അലൽ കിതാബി വസുന്ന, അവൻ്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മുന്നിൽ കൊണ്ടുവരണം. പ്രമാണങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കൃത്യമായി കീറി മുറിച്ച് നോക്കണം. പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതെന്താ സംഗതി എന്നുള്ളത്. ഇപ്പോൾ ഖാസിമി ഇവിടെ വലിയ വായിൽ പറഞ്ഞ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക. പ്രമാണിമാരാൽ പരീക്ഷിക്കപ്പെട്ട റസൂലാണ് നൂഹ് നബി അലൈഹിസ്സലാം. അന്നത്തെ ഏറ്റവും വലിയ പ്രമാണിമാരെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളാണ്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിന് ശക്തമായ മഴ ശിക്ഷയായിട്ട് വന്നു. അടുപ്പിൽ നിന്ന് വരെ വെള്ളം പുറത്തു വന്നു. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ കൂടെയുള്ള ആളുകളെ കൂട്ടിയിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം കൊടുത്ത പ്രകാരം കപ്പലുണ്ടാക്കുകയാണ്. അന്നത്തെ സൗകര്യങ്ങൾ വെച്ച് കപ്പലുണ്ടാക്കുകയാണ്. ഇതാണ് പ്രമാണത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. മഹാപൊട്ടത്തരല്ലേ ഈ വിളിച്ചു പറയുന്നത്. കാരണം ഏറ്റവും വലിയ ഔലിയാക്കളാണ് അമ്പിയാക്കൾ. അവർ ആ കാലഘട്ടത്തിൽ ചെയ്ത കാര്യം എന്താ? ഇനി ഫിർഔൻ ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഒരു മനുഷ്യൻ, ഒരാൾ മുഹമ്മദ് ഷാനെ വല്ലാതെ ഉപദ്രവിച്ച് എന്നാ പറഞ്ഞത്, ഒരു മനുഷ്യൻ. ഫിർഔൻ എന്ന അഹങ്കാരി മൂസാ നബി അലൈഹിസ്സലാമിന് എന്ത് ചെയ്തു? അതിശക്തമായി പ്രയാസപ്പെടുത്തി. തൻ്റെ കൂടെയുള്ള വിശ്വാസികളുമായിട്ട് പോകുമ്പോൾ സമുദ്രത്തിൻ്റെ മുന്നിൽ പെട്ടു. അവർക്കെന്ത് കടൽ, അങ്ങനെ വെച്ചത് ഖാസിമിൻ്റെ എന്താ, അവർക്കെന്ത് കടൽ അല്ലേ, അവർക്കെന്ത് പുഴ. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ആൾക്കാർ പറഞ്ഞു, ഇന്നാലെ മുതറക്കും, നമ്മൾ പിടിക്കപ്പെടാൻ പോവുകയാണ് പറഞ്ഞു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇല്ല, ഇന്ന മഈ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്കെന്ത് ചെയ്യും, ഒരു വഴി കാണിച്ചു തരുന്നതാണ്. അപ്പോൾ വിശ്വാസം പിന്നെ നശിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ പുരോഹിതന്മാരുടെ കാട്ടിക്കൂട്ടലുകൾ. ഇനി മാത്രവുമല്ല, ഇവിടെ ഒരു വസ്തുത സമൂഹം തിരിച്ചറിയേണ്ടതെന്ന് വെച്ചാൽ, ഔലിയാക്കൾക്ക് എന്തിനും ഏതിനും കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന അന്ധവിശ്വാസം പേറുക വഴിയാണ് സമസ്ത എങ്ങനെ ആയത്. ഇസ്ലാമിൻ്റെ കറാമത്ത് സങ്കല്പത്തിൽ നിന്ന് എന്ത് ചെയ്തു, അവർ വഴിദൂരം പഴച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് തൊള്ളയിൽ തോന്നിയതും കണ്ണിൽ കണ്ടതും സ്വപ്നത്തിൽ കണ്ടതും ഒക്കെ കറാമത്താണ്. കറാമത്തിൻ്റെ ഒരു പെരുമഴ എവിടെ നോക്കിയാലും. അവസാനം ഇത് നിയന്ത്രിക്കേണ്ടി വന്നു സമസ്തക്ക്. ഇന്ന് സമസ്ത അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം ഈ കറാമത്ത് പറയുന്നവരെ നിയന്ത്രിക്കാനുള്ള പ്രയാസമാണ്. അത് കഴിഞ്ഞിട്ട് പരിധി വെക്കാൻ തുടങ്ങി. ഇത് പറയാൻ പറ്റില്ല, ഇത്രേ പറയാൻ പറ്റുള്ളൂ, ഇത്ര അങ്ങനെ പരിധി വെക്കാൻ തുടങ്ങി. ഇപ്പം അവസാനത്തെ സമീപനം എന്താ വെച്ചാൽ, നമ്മൾ അഹ്ലുസുന്ന പറഞ്ഞിടത്തേക്ക് സമസ്ത എത്തി. അതായത് കറാമത്ത് എന്ന് പറഞ്ഞ ഔലിയാക്കളിൽ അള്ള പ്രകടിപ്പിക്കുന്ന, അള്ള നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ് എന്നിടത്തേക്ക് സമസ്ത എത്തി. ഇന്ന് സമസ്തയിൽപ്പെട്ടവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തുകയാണ്. അതിനിടയിലാണ് ഖാസിമി ഈ നിലക്കുള്ള കാര്യങ്ങൾ പറയണത്. ഇനി അതല്ല, വേറെ ക്ലിപ്പ് ഉണ്ടാവുന്ന കേൾക്കുക, അതിൽ സാന്ദർഭികമായിട്ട് ഒന്ന് കേൾക്കി. നമ്മുടെ ഈ നേർച്ചപ്പട്ടിയുടെ ഈ പരിസരത്ത് തന്നെ നമുക്ക് കാണാം, പലപ്പോഴും പിന്നെ ചിരട്ടകൾ കൊണ്ട് മാലയുണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടാകും. പലർക്കുമുള്ളതായ വിശ്വാസത്തിന്റെ ഭാഗമായി മുണ്ടിവീക്കം പോലത്തെ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് മാലയുണ്ടാക്കി അണിഞ്ഞ് അത് ഇവിടെ വെക്കപ്പെടുമ്പോൾ അതിന് ആശ്വാസം ലഭിക്കുന്നു എന്ന് പലർക്കും അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊക്കെ അറിയാം. പലപ്പോഴും എവിടെ ചെന്നാൽ ചിരട്ടകൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ജാറത്തിലെ കാര്യമാണ് പറയുന്നത്, ചിരട്ടമാല. ചിരട്ടകൾ മാല രൂപത്തിൽ കെട്ടിത്തൂക്കിയാൽ മുണ്ടി വീക്കം പോലുള്ള അസുഖങ്ങളൊക്കെ മാറും. അപ്പവാണിപ്പോൾ നേർച്ച ഓരോ അവയവത്തിൽ കൊണ്ട് അപ്പുണ്ടാക്കലാണ്. ഇങ്ങനെ ഇവർക്ക് തോന്നുന്നത് ഇവരിങ്ങനെ എന്ത് ചെയ്യുക, സമൂഹത്തെ കേൾപ്പിക്കുക. ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ, അതേപോലെ അതിൻ്റെ വിശദീകരണമായ ഹദീസ്, എത്രയെത്ര പ്രാർത്ഥനകളാണ്, ഇതൊക്കെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക. ഖുർആൻ പഠിപ്പിച്ച മൊയ്ജിസത്തും കറാമത്തും കാര്യങ്ങളും പ്രമാണങ്ങൾ പഠിപ്പിച്ചതുണ്ട്. അവിടെ നിന്നാൽ ഈ നിലക്കുള്ള പിന്നെ വിഡ്ഢിത്തങ്ങൾ വിളമ്പേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സമസ്തക്ക് പറ്റിയിട്ടുള്ള അമളിയും അപജയവും അവർ തിരിച്ചറിഞ്ഞ്
യഥാർത്ഥ അഹ്ലുസുന്നയുടെ മാർഗത്തിലേക്ക് മടങ്ങി വരട്ടെ എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഷഫീലേക്ക് ഇങ്ങനെയുള്ള കഥകൾ, ഇപ്പോൾ കാസിമിൻ്റെ ക്ലിപ്പിലൊക്കെ നമ്മൾ കേട്ടതുപോലുള്ള കഥകളും സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ ആളുകൾ ഒരു തമാശ രൂപേണ അല്ലെങ്കിൽ ഒരു പരിഹാസത്തോടു കൂടിയാണ് അതിനെ കേൾക്കുക, നോക്കിക്കാണുക എങ്കിലും അവർക്ക് അതിൻ്റെ പിന്നിൽ എന്തുണ്ടാവും, ഒരു ലക്ഷ്യം ഉണ്ടാവും. കാരണം അത്ഭുതങ്ങൾ കേൾക്കുന്നിടത്താണ് ആളുകൾ എന്ത് ചെയ്യുക, വിശ്വാസത്തോടു കൂടി ഓടിച്ചില്ല. വിശിഷ്യ നമ്മുടെ സഹോദരിമാരൊക്കെ അവിടെ എന്തോ സംഗതി നടക്കുന്നുണ്ട് എന്ന രീതിയിൽ അതിലേക്ക് അവലംബിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഇസ്ലാമിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ, അത്ഭുത കഥകൾ കേൾക്കുമ്പോഴേക്ക് അതിൽ പൂർണ്ണമായി അവലംബിക്കേണ്ട ഒരു അവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടോ? ഇതിൽ നമ്മുടെ ഉസ്താദ് പറഞ്ഞ പോലെ കറാമത്തിൻ്റെ പേരും പറഞ്ഞ് ചൂഷണങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസി എന്ന നിലക്ക് എന്താണ് ഈ കറാമത്ത്, എന്താണ് മുഅ്ജിസത്ത്. അങ്ങനെ ഇപ്പോൾ മുഅ്ജിസത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതല്ലെങ്കിൽ അമ്പിയാക്കളിലൂടെ പ്രകടമാക്കുന്നതാണല്ലോ. അഥവാ അസാധാരണമായ ചില സംഗതികൾ, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ വിരലുകളിലൂടെ വെള്ളം വന്നു, അങ്ങനെയുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളപ്പാണ്ട് രോഗം മാറ്റുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരയച്ച ആളുകളിലൂടെ കാണിക്കുന്ന കാര്യങ്ങളാണല്ലോ മുഅ്ജിസത്ത്. ഇപ്പോൾ കറാമത്തിന് താരീഫായിട്ട് അതല്ലെങ്കിൽ നിർവചനമായിട്ട് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് ആ നബിയെ ഇത്തിബാ ചെയ്യുന്ന ആളുകളിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ആ പ്രവാചകന്മാരെ പിൻപറ്റുന്ന വിശ്വാസികളിലൂടെ അള്ളാഹ് പ്രകടമാക്കുന്ന കാര്യങ്ങളാണ് കറാമത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരിക്ക് നമ്മുടെ നാട്ടിലുള്ള കറാമത്ത് പറയുമ്പോൾ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനുൻ അല്ലേ, അല്ലദീന ആമനു വക്കാനു യത്തഖൂ എന്ന് പറയുന്നത്. അള്ളാഹു പറഞ്ഞത് അവർ സൂക്ഷ്മതയുള്ള ആളുകളാണെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള ഔലിയാക്കളുടെ കറാമത്തായി ചിലപ്പോഴും ചിലർ പറയാറുള്ളത് അത് മൂപ്പർക്ക് നിസ്കാരം വേണ്ട, നിസ്കാരത്തിൻ്റെ അവസ്ഥ ഒന്നും വേണ്ട, ഭ്രാന്തന്മാരെ പോലെ നടക്കുന്ന, ഒരു ശുദ്ധിയില്ലാത്ത, കൈകാലുകളിലൊക്കെ വളരെ ചളി പറ്റി നഖം നീട്ടി വളർത്തി അല്ലേ, അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ആളുകളെയാണ് പലപ്പോഴും കറാമത്തിൻ്റെ രൂപത്തിലേക്ക് പ്രത്യക്ഷപ്പെടുത്തുന്നത്. കറാമത്തിന് നമ്മൾ ഒരിക്കലും നിഷേധിക്കുന്നില്ല. ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ ഗസ്റ്റുകളെ കൊണ്ടുവന്ന സമയത്ത് ഭക്ഷണം കൂടി വന്ന കറാമത്ത്, അതേപോലെ തന്നെ ഹദീസിലൂടെ ഒരുപാട് കറാമത്തുകൾ, ഇപ്പോൾ മഹാനായ സഅദ് റളിയല്ലാഹുവിന് ഉണ്ടായ കറാമത്തുകൾ, ഖുബൈബ് റളിയല്ലാഹുവിന് മുന്തിരി കിട്ടിയ കറാമത്ത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റിയാദുസ് സ്വാലിഹിനിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ കറാമത്തുണ്ട്, അതിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പേരിലുള്ള ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ അല്ലേ, ഇപ്പോൾ കറാമത്ത് മാത്രമല്ലല്ലോ, ഇഹാനത്ത് പറയുന്നൊരു സംഭവം. ഇപ്പോൾ മുസൈലിമത്തുൽ കദ്ദാബിനെ കുറിച്ച് പറയാറുണ്ട് ചരിത്രങ്ങളിലൊക്കെ. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കുറച്ച് ആളുകൾ വന്നു എന്നാണ്. ഇപ്പോൾ മുസൈലിമത്തുൽ കദ്ദാബ് നുബുവത്ത് വാദിച്ച ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കുറച്ച് കർഷകർ വന്നു. അവരുടെ നാട്ടിലെ കിണർ വെള്ളം കുറച്ചുള്ളൂ, അപ്പോൾ അത് വറ്റാനായിക്കണു. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, ഒന്നതിൽ വെള്ളം കൂട്ടണം. അപ്പോൾ അതിനുവേണ്ടി മുസൈലിമത്തുൽ കദ്ദാബ് പോയി അതിലേക്ക് കുറച്ച് വെള്ളം തുപ്പിന്നാണ്. അപ്പോൾ തുപ്പിയപ്പോൾ മൊത്തത്തിൽ വെള്ളം വറ്റിയെന്നാണ്. ശരിക്കും എന്താണ്, അതൊരു അത്ഭുതമാണല്ലോ സംഭവം. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത് മൊത്തം വറ്റിപ്പോയി. അപ്പോൾ അതിന് ഇഹാനത്ത് എന്നാണ് പണ്ഡിതന്മാർ പറയണത്. അപ്പോൾ ഈ അത്ഭുതങ്ങൾ കാഴ്ചവെക്കുന്നു എന്നതുകൊണ്ട് അയാളൊരു അള്ളാൻ്റെ വലിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ മാജിക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഷുഊദത്ത് പറയും അതിന്, ജിന്നുകൾ ഉപയോഗിച്ചിട്ട് പിശാജിൻ്റെ സേവ ഉപയോഗിച്ച് ചെയ്യുന്ന ചില അത്ഭുത പ്രവർത്തനങ്ങൾ. അപ്പോൾ അത് കാണിക്കുമ്പോഴത്തേനും മൂപ്പരൊരു വലിയാണ്, അള്ളാൻ്റെ വലിയ ആളാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ ആരാ അല്ല, ഒരുപാട് മാജിക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ച് സമൂഹത്തിൻ്റെ വിശ്വാസത്തെ എന്ത് ചെയ്യുക, ഏറ്റവും പെട്ടെന്ന് തട്ടിപ്പും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പരിപാടിയാണല്ലോ ഇതൊക്കെ. ഇവിടെ നമ്മൾ ഖുർആനിലൊരു ചരിത്രത്തെ മാത്രം അതിൽ നമ്മൾ പറഞ്ഞാൽ അതിലൂടെ തന്നെ എന്ത് ചെയ്യും, വിശ്വാസികൾക്ക് കാര്യം ബോധ്യപ്പെടും. അപ്പോൾ മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബീവിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മറിയം ബീവിൻ്റെ അടുത്ത് എന്തുണ്ട്, നല്ല സുഭിക്ഷമായ നല്ല ഭക്ഷണങ്ങൾ, അവിടെ ഒന്നും കിട്ടാത്ത ഭക്ഷണങ്ങളാണ് ഞാൻ. അപ്പോൾ മറിയം ബീവിയോട് സക്കരിയ നബി ചോദിക്കുന്നുണ്ട്, അന്നാലക്കി അത് എവിടുന്ന് കിട്ടിയതാണ്? അപ്പോൾ മറിയം ബീവി പറയുന്നത് അള്ളാൻ്റെ കയ്യിൽ നിന്നാണ്, അള്ള തന്നതാണ്. അപ്പോൾ നേരിട്ട് കറാമത്ത് കാണാണ്. അള്ളാഹു കൊടുത്ത കറാമത്തിനെ നേരിട്ട് സക്കരിയ നബി കണ്ടു. സക്കരിയ നബിക്ക് കുട്ടിയില്ല, പ്രയാസത്തിലാണ്. സക്കരിയ നബി ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അവിടെ ഖുർആനിൽ നമ്മൾ വായിക്കണില്ല, മറിയമേ എന്നാ എന്ത് ചെയ്യണം, അള്ളാഹുവിനോടൊന്ന് എനിക്ക് കുട്ടീനെ തരാൻ വേണ്ടി പറയണം. കറാമത്ത് നേരിട്ട് കണ്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എന്താ ചെയ്തത്, ഹുനാലിക ദഅ സക്കരിയ റബ്ബ, അള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതാണ്. ഖുർആനിലൂടെ കാര്യങ്ങൾ ഓടിച്ചാൽ ഈ കറാമത്തും ഖുർആനിലുണ്ട്, മുഅ്ജിസത്തും ഖുർആനിലുണ്ട്, ഇത്തരത്തിലുള്ള എല്ലാം ഖുർആനിലുണ്ട്. അത് തന്നെ എന്താണ്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതിയായതാണെന്നുള്ളതാണ്. അത് ഇത്തരം കറാമത്തുകളൊക്കെ പലപ്പോഴും കൊണ്ടുവരുന്നത് എന്തിനാണ്, അവരോട് വിളിച്ച് തേടാൻ, അവരെ പിന്നാലെ. ഇപ്പോൾ ലാസ്റ്റ് ആ ക്ലിപ്പിൻ്റെ അവസാനത്തിൽ പറഞ്ഞ എന്താ, ഇവരൊക്കെ മതി, നമുക്ക് ഇവരുടെ പിന്നാലെ അങ്ങനെ പോയാൽ മതി എന്നാണ്. അള്ളാഹുവിൻ്റെ പിന്നാലെ പോയാൽ മതി എന്ന് പറയേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് തേട്ടങ്ങളൊക്കെ തിരിച്ചു വിടുന്നതിനാണല്ലോ. അപ്പോൾ മറിയം ബീവിയുടെ ഈ ചരിത്രം മുന്നിക്ക് വെച്ച് നമ്മളൊന്ന് വിശ്വാസികൾ എന്ത് ചെയ്യുക,
ഒന്ന് ആലോചിക്കുക എന്നുള്ളതാണ് അതിൽ ചേർത്ത് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. നമ്മുടെ രണ്ടാമത്തെ വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള കറാമത്ത് കഥകൾ, സംഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ ആ കറാമത്ത് നൽകിയ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കാനാണ് ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഏത് അത്ഭുതങ്ങൾ സംഭവിച്ചാലും ആ അത്ഭുതങ്ങളിൽ അത്ഭുതപ്പെടുന്നതിൻ്റെ പകരം അതിനെല്ലാം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിരൂപണം നടത്തി നല്ല അഹ്ലുസുന്നയുടെ നിലപാടുകളിലേക്ക് എത്താനും ഇതിൻ്റെ പിന്നിലെ ദുഷ്ടലാക്കുകളെ മനസ്സിലാക്കാനുമെല്ലാം നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.